ഏത് സമയവും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീതിയിൽ പശ്ചിമേഷ്യ. ആക്രമണം കനക്കുന്നു. תראו מה קרה לי לבית חולים. תראו. פה עמדתי, תראי כל הדלת עפה עליי, אליי. പടയൊരുക്കം ശക്തമാക്കി അമേരിക്ക. ഇറാനിൽ കനത്ത നാശമുണ്ടാക്കിയെന്ന് ഇസ്രയേൽ. പ്രത്യാക്രമണത്തിൽ ഇസ്രയേൽ ഏറ്റവും വലിയ ആശുപത്രി തകർന്നതായി റിപ്പോർട്ട്. ഇറാൻ ചെയ്യുന്നത് യുദ്ധക്കുറ്റമെന്ന് ഇസ്രയേൽ. ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഡൽഹിയിലെത്തി. ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല, പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. ഒരു വലിയ ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കും. വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്, വളരെ നല്ല പ്രതീക്ഷയാണ്. പ്രതീക്ഷയോടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. ഭേദപ്പെട്ട പോളിംഗ് ഉച്ചവരെ 40%. കെട്ടിപ്പിടിച്ച് ആശംസ നേർന്ന എം സ്വരാജും ആര്യാടൻ ഷൌക്കത്തും. കെട്ടിപ്പിടിക്കേണ്ടെന്ന് ഷൌക്കത്തിനോട് മുഖത്തു നോക്കി അൻവർ. നിലമ്പൂർ വോട്ടെടുപ്പ് ദിവസം വീണ്ടും ആളിക്കത്തി ഭാരതാംബ ചിത്രവിവാദം. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി. സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ നിന്ന് ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. ഭാരതാംബ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചനയിൽ പ്രതിഷേധം അറിയിച്ചു. അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാർ. കൂടുതൽ പരിശോധനയ്ക്ക് അമേരിക്കയിലേക്ക് അയച്ചേക്കും. 211 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരെ തിരിച്ചറിയാൻ DNA പരിശോധന തുടരുന്നു. നിലമ്പൂരിലെ പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്ന് ശശി തരൂർ. ഒരു മിസ്ഡ് കോൾ പോലും അടിച്ചിട്ടില്ല. അതൃപ്തി പരസ്യമാക്കി മാധ്യമങ്ങളെ കണ്ട് തരൂർ. കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുണ്ടെന്നും തരൂർ. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വീണ്ടും പുകഴ്ത്തൽ. വേണ്ടെന്ന സംഘാടകരുടെ കുറിപ്പ്. കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞ് പ്രസംഗം നിർത്തി സ്വാഗത പ്രാസംഗികൻ. വേദിയിലിരുത്തി സ്വാഗത പ്രാസംഗികന്റെ പുകഴ്ത്തലിൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ വരദാനമാണ് പിണറായി വിജയൻ, ലെജൻഡ് തുടങ്ങിയവയായിരുന്നു സ്വാഗത പ്രാസംഗികന്റെ പരാമർശം. ലെജൻഡ് ഓഫ് കേരള എന്നല്ലേ നമ്മളത് പറയുന്നത്. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന വയോധികന്റെ ജീവനെടുത്തു. പുതുപ്പരിയാരം ഞാറക്കോട് സ്വദേശി കുമാരനെ ആന ആക്രമിച്ചത് പുലർച്ചെ 3:30 വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത്. തിരുവനന്തപുരം വിതുരയിൽ വയോധിക താമസിച്ചിരുന്ന കുടിൽ കാട്ടാന തകർത്തു. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കനക്കുകയാണ്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തെന്നും ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടർ ആക്രമിച്ചെന്നും ഇസ്രയേൽ അവകാശവാദം ഉന്നയിച്ചു. അതേസമയം ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായ സൊറോക്ക മെഡിക്കൽ സെന്റർ ഭാഗികമായി തകർന്നു. ടെൽ അവീവിലും കനത്ത നാശനഷ്ടമുണ്ടായി. ഇറാൻ ആശുപത്രികൾ ആക്രമിച്ചത് യുദ്ധക്കുറ്റമാണെന്ന് ഇസ്രയേൽ ആരോപിച്ചു. അതിനിടെ പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും വിവരമുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി MG മിഥുൻ ചേർന്നു. മിഥുൻ, ആയത്തുള്ള അലി ഖംനയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനപരമായ പരാമർശത്തിന് പിന്നാലെ, യുദ്ധം ആരംഭിച്ചിരിക്കുന്നുവെന്ന പരാമർശത്തിന് പിന്നാലെ ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും നടക്കുന്നു എന്നതാണ് ഇന്ന് പകലാവുമ്പോഴേക്ക് ലഭിക്കുന്ന വിവരം. ആണവ റിയാക്ടർ ആക്രമിച്ചതായി വിവരം വരുന്നു. തിരിച്ച് ഇവിടെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി തകർത്തതായി ഇറാൻ പറയുന്നു. എന്തൊക്കെയാണ് ഇന്ന് പകൽ നടന്നത് ഇതുവരെ?
ശ്രീജ, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതായത് ഇറാന്റെ പ്ലൂട്ടോണിയം ഉൽപാദന കേന്ദ്രം അത് ഇസ്രായേൽ തകർത്തു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അതായത് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കപ്പെടാം. കാരണം ഇറാൻ ആദ്യം ഇത്തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ ആക്രമണം ഇറാന് നേരെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൊറോക്കോ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയ ആക്രമണം തന്നെയാണ്. അത് ഇസ്രായേലിനെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത്. കാരണം അത്രയും വലിയൊരു ആക്രമണം ഈ ഹോസ്പിറ്റലിന് നേരെ ഉണ്ടാകുമെന്ന് ഒരു തരത്തിലും ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തും ഉണ്ടായത്. വലിയ ഒരു ആശുപത്രിയാണ്, അതായത് തെക്കൻ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നാണ് ഈ സൊറോക്ക മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ സാരമായിട്ടുള്ള പരിക്കേറ്റവരുണ്ട്, ഒപ്പം തന്നെ നിസ്സാര ഏറ്റവരുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്യും. ഈ ഒരു ആക്രമണത്തെ യുദ്ധക്കുറ്റമായി ആരോപിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ ഗാസയിലടക്കം നിരവധി ആശുപത്രികൾ ആക്രമിച്ച പശ്ചാത്തലം ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ട്. അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആരോപണമാണ് ഇന്നിപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെ യുദ്ധക്കുറ്റം എന്ന രീതിയിൽ ആരോപണവുമായി ഇസ്രായേൽ രംഗത്ത് വരുന്നത്. ഒപ്പം തന്നെ അതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന്റെ മറുപടി ഉണ്ടായിരുന്നു. തങ്ങൾ ഈ ആക്രമണം കണ്ടുകൊണ്ട് നിലച്ചിരിക്കില്ല, ഉടൻ തന്നെ ഇതിന്റെ പ്രത്യാക്രമണം ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ പ്ലൂട്ടോണിയം ഉൽപാദന കേന്ദ്രം ആക്രമിക്കുന്നു. ഒപ്പം തന്നെ ഹൈ ലെവൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും മധ്യസ്ഥ ചർച്ചകൾ ഓരോ ഘട്ടത്തിൽ നടന്നു പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിൽ കനത്ത ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ആക്രമണം അല്ലെങ്കിൽ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിരോധം തീർക്കാൻ ഇറാന് സാധിക്കുമെന്നുള്ള ഒരു കാര്യം ഇസ്രായേൽ പോലും കരുതിയിരുന്നില്ലായിരുന്നു. പക്ഷേ ആ രീതിയിലാണ് ഇറാന്റെ ഒരു ചെറുത്തുനിൽപ്പും ഒപ്പം തന്നെ ഒരു പ്രത്യാക്രമണം നടത്തുന്നതെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന. അത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ഈ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗര പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുന്നു. അതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് രണ്ട് ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അതായത് തെക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചും വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചും ഒരേപോലെ തന്നെ ആക്രമണം നടത്താൻ ഇറാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുഎസിന്റെ ഒരു ഇടപെടൽ ഇനി എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാത്തിരിപ്പാണ്. അതായത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് നിലവിൽ ഇറാനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടില്ല, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി അടിയന്തര യോഗം വൈറ്റ് ഹൗസിൽ ചേരും. അതിനുശേഷം ഇറാനിലേക്ക് എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം അടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകൂ എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയത്. എന്തായാലും ഇനി എന്താണ് ട്രംപ് പറയാൻ പോകുന്നത്, ലോകത്തോട് പറയാൻ പോകുന്നത്, ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ നിലപാട് തന്നെയാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും നിലവിൽ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. യുദ്ധക്കോപ്പുകൾ, യുദ്ധ സന്നാഹങ്ങളൊക്കെ തന്നെ പശ്ചിമേഷ്യൻ സമുദ്രനിരപ്പിലേക്ക് യുഎസ് ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് വലിയൊരു ആശങ്കയ്ക്ക് വഴിവെക്കുന്നത്. എന്തായാലും നിലവിൽ ഇരു രാജ്യങ്ങളും ഒപ്പത്തിനൊപ്പം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ യുദ്ധം കനക്കുന്ന തരത്തിലേക്ക്, ഒരു സംഘർഷം കനക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അതേസമയം ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള ഇന്ത്യൻ ദൗത്യം ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചു. 110 പേരടങ്ങുന്ന ആദ്യ സംഘം ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തി. ഇൻഡിഗോയുടെ പ്രത്യേക വിമാനത്തിലാണ് വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ചത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഡൽഹിയിലെത്തിയ ആദ്യ സംഘത്തിൽ 90 വിദ്യാർത്ഥികൾ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. 20 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇറാനിൽ നിന്ന് സുരക്ഷിതമായി അതിർത്തിയിലൂടെ ആദ്യം അർമേനിയയിലേക്ക്, അവിടുന്ന് പ്രത്യേക വിമാനത്തിൽ പിന്നീട് ഡൽഹിയിലെത്തിച്ചു. സംഘർഷ സാഹചര്യം മാറി തിരികെ മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. हालात जो है बिगड़ते जा रहे हैं. पहले तो स्टार्ट जो वेरी स्लो था, लेकिन अब जो है वो बहुत हालात खराब होते जा रहे हैं. मोस्टली जो तेहरान में है, जो कैपिटल है, वहाँ पे बहुत ज़्यादा हालात खराब है. वहाँ से जो है सबको निकाला जा रहा है. इंडियन स्टूडेंट जो हैं वो सारे वहाँ से निकल रहे हैं और बाकी यूनिवर्सिटी में जो भी बच्चे थे वो निकल रहे हैं. ഭാവി സംബന്ധിച്ച ആശങ്കയും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. They are doing very good job. They evacuated all the students from all the university. Now they are taking them to the safe place.
after they will reach there, from there they will evacuate them to the India. तो रूट क्या रहा, कैसे कैसे आया, अगर उसके आप पूरा प्रोसेस बता सकें? रूट हमारा उर्मिया से पहले अर्मेनिस्तान आए by bus, then after that we stayed there for around 4-5 hours. There was a process on the border. After that we had a flight from Armenistan to Qatar, and from Qatar we are here now. Thank you very much. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി വരുന്ന മണിക്കൂറിൽ കൂടുതൽ വിദ്യാർത്ഥികളെ മടക്കിയെത്തിക്കാനാണ് നീക്കം. 6000-ഓളം വിദ്യാർത്ഥികളാണ് ഇറാനിലുള്ളത്. ഇതിൽ 600-ഓളം പേരെ ക്വാമിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. സംഘർഷം രൂക്ഷമായാൽ ഇറാനിൽ നിന്ന് മാത്രം 10,000-ലധികം പേരെ ഒഴിപ്പിക്കേണ്ടി വരും. ഒഴിപ്പിക്കലിന് തുർക്കിമിനിസ്ഥാന്റെയും അസർബൈജാന്റെയും പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ്. ഇസ്രായേലിൽ നിന്ന് 25,000-ഓളം ഇന്ത്യക്കാരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതിനായി ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പകുതി സമയം പിന്നിട്ടപ്പോൾ പോളിംഗ് ഉയരുകയാണ്. 40% മുകളിൽ വോട്ടുകളാണ് 1 മണിവരെ പോൾ ചെയ്തത്. രാവിലെ പ്രതികൂല കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. മാനം തെളിഞ്ഞതോടെ പോളിംഗ് സ്റ്റേഷനിൽ തിരക്കും കൂടിയിരിക്കുന്നു. വിവരങ്ങളുമായി CV അനുമോദും VV അരുണും. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഏറ്റവും ആശങ്ക സൃഷ്ടിച്ചിരുന്ന കാലാവസ്ഥയാണെങ്കിൽ അതിപ്പോൾ അനുകൂലമാണ്. ഉച്ചവരെ ഏതാണ്ട് മികച്ച പോളിംഗ് എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ കാര്യങ്ങളുണ്ട്. എവിടം വരെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ ആ സാഹചര്യത്തിൽ? ശ്രീജ, ഒരു അല്പം വ്യത്യാസം വന്നിരിക്കുന്നത് കാലാവസ്ഥയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പറഞ്ഞ് തീരുന്ന സമയം കൊണ്ടാണ് മഴ പെയ്തു തുടങ്ങിയത്. ഇത്രയും നേരം ഒരു 2-3 മണിക്കൂർ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു. പക്ഷേ വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ കുറുമ്പാലങ്കോടാണ്. അത് കുറച്ച് ഉള്ളിലേക്കുള്ള പ്രദേശമാണ്, നാട്ടിൻപുറമാണ്, ഒരു മലയോര മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകൾ ഇനിയുള്ള ഈ ഒരു മണിക്കൂറുകളിൽ മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം പേരിവിടേക്ക് എത്തുമെന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം തന്നെ തീർക്കും. രാവിലെ നമ്മൾ കണ്ടതാണ് മഴ പെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ തിരക്കിലുണ്ടായ ഒരു കുറവ്. എന്നിരുന്നാൽ തന്നെയും 40%-ലധികം പോളിംഗ് എന്ന് വെച്ചാൽ അത് ശരാശരി നിലമ്പൂരിൽ രേഖപ്പെടുത്തുന്ന ആ ഒരു പോളിംഗിൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് വേണം ഈ സമയത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ. നിലമ്പൂരിൽ ശരാശരി 70-80 ഇടയ്ക്കാണ് ശരാശരി പോളിംഗ് നടക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കനത്ത മഴ അത് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള പോളിങ്ങിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. കാരണം കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. പക്ഷേ പൊതുവെ നല്ല റെസ്പോൺസ് എന്ന് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ട്. ആളുകൾ നിസ്സംഗതയോടെ മാറി നിൽക്കുന്നുവെന്ന് ഒരിക്കലും പറയാനാകില്ല എന്ന കാര്യം വ്യക്തമാണ്. വോട്ട് ചെയ്യാൻ വന്നവരൊക്കെ തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് നേരമായി ഉമ്മ വന്നിട്ട്? കുറച്ച് നേരമായി. സമയം എടുക്കുന്നുണ്ടല്ലേ? സമയം എടുക്കുന്നുണ്ട്, തിരക്കായിപ്പോ. രാവിലെ മഴയൊക്കെ ആയിട്ട് പതുക്കെ ഇറങ്ങിയതാണോ? മഴയൊക്കെ ആയപ്പോൾ അങ്ങനെ കുറച്ച് നേരം വൈകി ഇറങ്ങാം. എന്നാലും വോട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കാത്തിരുന്നത്? അതെ, ഒരു അരമുക്കാൽ മണിക്കൂറായല്ലോ? അരമണിക്കൂറൊന്നല്ല, അതിലും കൂടുതലായി. അതാണ്. അപ്പോൾ സമയമെടുക്കുന്നുണ്ട് ഈ പോളിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ. ഇവിടെയും കാത്തിരിക്കുന്നവരുടെ വരി നീണ്ടു കിടക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇതുവരേക്കും മറ്റനിഷ്ട സംഭവങ്ങളോ ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. വഴിക്കടവ് പഞ്ചായത്തിലെ 2-ാം നമ്പർ ബൂത്തിൽ മാത്രമാണ് ഒരു അല്പസമയം യന്ത്ര തകരാറ് കാരണം പോളിംഗ് നിർത്തിവെച്ചത്. അവിടെ പോളിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. പക്ഷേ 50 പേരുടെ വോട്ടുകൾ വീണ്ടും രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നൊരു ചെറിയ പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ അത് അവസാന ഘട്ടത്തിൽ തീരുമാനിക്കാവുന്ന നിലയിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുമാത്രമാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായതായിട്ടുള്ള വിവരം. മറ്റെല്ലാം തന്നെ ശാന്തമായി സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു തുടങ്ങിയാൽ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മഴ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമ്പോൾ അത് പോളിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ശ്രീജ, ശരി. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ നിലമ്പൂരിലെ കാലാവസ്ഥ ഇതുപോലെ പ്രവചനാതീതമാണ്. നമ്മൾ വാർത്ത തുടങ്ങുമ്പോൾ നല്ല വെയിലാണെന്ന് പറഞ്ഞു, വാർത്ത പകുതിയായപ്പോഴത്തേക്കും നല്ല മഴ. ഇതുപോലൊക്കെ തന്നെയാണോ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലുള്ള പ്രതീക്ഷകളുടെ ഒരു കാര്യവും?
നിലവിലെ ഇന്ന് രാവിലെ തൊട്ട് സ്ഥാനാർത്ഥികളെല്ലാം നമ്മളോട് പ്രതികരിക്കുമ്പോഴൊക്കെ അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നഗര കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ നഗരസഭാ പരിധിയിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴും ആളുകളുടെ ഒരു തിരക്കുണ്ടോ? 40% എന്നത് ഏതുവരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഒരു കണക്കുകൂട്ടലൊക്കെ. ശ്രീജ, ആദ്യം മഴയുടെ കാര്യം തന്നെ പറയാം. ശ്രീജ ചോദിക്കുമ്പോൾ വരെ മഴയില്ല എന്ന്, പക്ഷേ ശ്രീജ മഴയില്ലല്ലോ എന്ന് തെളിഞ്ഞ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞതും ഇവിടെയും മാനം കറുത്തു. മഴ പെയ്യാൻ ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതാണ് മഴയുടെ ഒരു അവസ്ഥ. ഇപ്പോൾ ഞാനുള്ളത് മുത്തേടം പഞ്ചായത്തിലാണ്. ഇവിടെ 4 ബൂത്തുകളുള്ള ഒരു സ്കൂളാണ്. പക്ഷേ ഇവിടെ കാര്യമായ തിരക്കിപ്പോൾ ഇല്ല. ഒരു പക്ഷേ രാവിലത്തെ തിരക്ക് തിരക്ക് കുറഞ്ഞതാണോ? നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നോ? രാവിലെ തിരക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് നല്ല തിരക്കായിരുന്നു. അത് മാറി, ഇപ്പം മാറി. എത്ര വോട്ടർമാരാണ് 4 ബൂത്ത് 799 4 ബൂത്തുകളിലും കേട്ടോ അല്ലേ? അല്ല, ഇവിടെ മാത്രം, ഒരു ബൂത്തിൽ മാത്രം. എത്ര ശതമാനം ഏകദേശം? 35% അത് ശ്രീജ അത് തന്നെയാണ്, ആ ഒരു കണക്ക് തന്നെയാണ്. 35% ആകുന്നു. 30-40 ഇടയിലൊരു പോളിംഗ് ഈ സമയത്ത് മൊത്തത്തിൽ ഉണ്ട്. അത് തന്നെ ഇവിടെയും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ വരുമ്പോൾ തിരക്കില്ലാത്തതാണ്. നേരത്തെ കുറച്ച് മുമ്പ് വരെ തിരക്കുണ്ടായിരുന്നു തന്നെയാണ് പറയുന്നത്. ഇതൊരു കുന്നിന് മുകളിലും തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു സ്കൂളാണ്. അവിടെ കയറി വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക്. ആളുകൾ അങ്ങനെയൊക്കെ പ്രായമായ ആളുകളൊക്കെ എന്നിട്ടും വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ പ്രതികൂലമായില്ലെങ്കിൽ പോളിംഗ് ശതമാനം ഒരുപക്ഷെ ഉയർന്നേക്കാം. അത് രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി അവരുടെ വോട്ടുകളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായ ശ്രമത്തിലൂടെ 3 മുന്നണികൾക്കും ഇത് പ്രതീക്ഷയുണ്ട്. അപ്പുറത്തേക്ക് PV അൻവറിനും പ്രതീക്ഷയുണ്ട്. PV അൻവർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും. ഈ എല്ലായിടത്തും ഓടിയെത്താൻ പരമാവധി അൻവർ ശ്രമിക്കുന്നുണ്ട്. ആളുകളെ കണ്ട് വീടുകളിലേക്ക് കൂടി കയറിപ്പോയി. ഞാൻ ഇടയ്ക്ക് ഒരിടത്ത് അൻവറിൻ്റെ പ്രചരണം കണ്ടപ്പോൾ എല്ലാ സാധനത്തിലും സ്കൂളുകൾ മാത്രമല്ല PV അൻവർ പോകുന്നത്, വീടുകളിലേക്ക് കൂടി, സ്കൂളുകൾക്ക് സമീപമുള്ള ബൂത്തുകൾക്ക് സമീപമുള്ള വീടുകളിലേക്ക് കൂടി പോകാൻ അൻവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ PV അൻവർ ഒരിക്കലും എതിർത്തള്ളാൻ പറ്റാത്ത ഒരു സാന്നിധ്യമായി മണ്ഡലത്തിലുണ്ട്. അത് ആരുടെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽപ്പിക്കാൻ പോകുന്നതെന്ന് ഇനിയുള്ള മണിക്കൂറുകൾ മറുപടി പറയും. PV അൻവർ ഇപ്പോഴും 75,000 വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഏതായാലും ശക്തമായ ഒരു മത്സരം ഇപ്പോഴുമുണ്ട്. ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്നും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മത്സരം. അടിയൊഴുക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പലയിടങ്ങളിലും നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഏതായാലും പോളിംഗ് ശതമാനവും ഉയർന്നാൽ ഒരുപക്ഷെ അത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലൊക്കെ പിന്നീട് കണക്കൂട്ടലുകൾ വേണ്ടി വരും. ഏതായാലും ഇപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷ തന്നെയാണ്. അവകാശവാദങ്ങളിൽ നിന്ന് ആരും പിന്നോട്ട് പോകുന്നില്ല. ശ്രീജ. ശരി, VV അരുണും ഒപ്പം CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്രവചനീയമാണ് എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. അതിനേക്കാൾ പ്രവചനാതീതമായി തന്നെ നിൽക്കുകയാണ് അവിടുത്തെ അന്തരീക്ഷം. ഇപ്പോൾ നേരിയ മഴയുണ്ട്. അതേതെങ്കിലും രീതിയിൽ ഈ പോളിംഗിനെ ബാധിക്കുമോ എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. VV പ്രകാശിന്റെ ഭാര്യ സ്മിത വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതിൽ ആകാംക്ഷ. നിലവിൽ കണ്ണൂരിലുള്ള സ്മിതയുമായി ബന്ധപ്പെടാൻ UDF പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിടെ പ്രകാശിന്റെ മകൾ നന്ദന ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രകാശിന്റെ ചിത്രം പങ്കുവച്ചു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, സ്മിത കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം പലതവണ VD സതീശൻ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ വോട്ടെടുപ്പ് ദിനം അവരുടെ വീട്ടിൽ ആളില്ല എന്നത് തന്നെ ഒരു പ്രത്യേകതയായി തോന്നുന്നു. അതിൻ്റെ ഒപ്പമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം നന്ദനയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇന്നത്തെ ദിവസവും നന്ദനയുടെ പോസ്റ്റ് എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്നത് പോലെ. തീർച്ചയായും ശ്രീജ, നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിനം തന്നെ നന്ദന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം ഇന്ന് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസവും വരുന്നു. അത് പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഈ LDF ക്യാമ്പും UDF ക്യാമ്പും ഒക്കെ പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDFന്റെ സ്ഥാനാർത്ഥി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ഈ നിലവിലെ സ്ഥാനാർത്ഥിയുമായി ചില അതൃപ്തി ഉണ്ടായിരുന്നു. ചില അടിയൊഴുക്കുകൾ അദ്ദേഹത്തിന്റെ തോൽവിക്ക് കാരണമായി എന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് എന്തായാലും അദ്ദേഹം യാദൃശ്യവശാൽ മരണപ്പെടുകയും പിന്നീട് പല തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇതിനിടയിലാണ് അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്നത്. എന്തായാലും ഇന്നിപ്പോൾ സ്മിതയും മകളും വീട്ടിലില്ല എന്നതാണ്. ഇടക്കരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടുത്തെ പോളിംഗ് ഏജന്റുമാരൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. എന്തായാലും അവർ കൊട്ടിയൂരിൽ, കണ്ണൂരിലാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. നേരത്തെ തന്നെ ആര്യാടൻ ഷൌക്കത്ത് വോട്ട് തേടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയില്ല എന്നത് LDF ക്യാമ്പ് വലിയ രീതിയിൽ പ്രചരണ ആയുധമായി ഉപയോഗിച്ചിരുന്നു. PV അൻവർ MLAയും
അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വോട്ട് തേടിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ പ്രവർത്തകരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ സ്മിത, അതായത് പ്രകാശിന്റെ വൈഫും കുട്ടിയും ഒക്കെ എത്തിയില്ല എന്നുള്ളതാണ് വലിയ പ്രചാരണം. അവർ വരൂ, എന്താണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും വരും. അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വോട്ട് ചെയ്യും. ഒരു കാരണവശാലും ഒരു വോട്ട് ചെയ്യാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. മറ്റു പ്രചരണങ്ങളൊന്നും കാര്യമില്ല. ഒരു കാര്യമില്ല. അതൊക്കെ വെറുതെ ഒരു പ്രചരണം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവര് തീർച്ചയായിട്ടും കോൺഗ്രസ് കുടുംബമാണ്. കോൺഗ്രസ് തന്നെ അവർ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ സ്ഥാനാർത്ഥി എത്തിയില്ല എന്നുള്ളത് LDF ക്യാമ്പ് വലുതായിട്ട് പറയുന്നുണ്ട്. സ്വരാജ് വന്ന്, അൻവർ വന്നു, പക്ഷേ ആര്യാടൻ വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. LDF എന്താ പറയാൻ പറ്റാതെ? അതേമാതിരി ഇപ്പൊ ഞങ്ങൾക്കും പറയാലോ. ഞങ്ങൾക്കിപ്പോ ഓരോ MLA പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിനെ പറ്റിയിട്ടോ ഞങ്ങൾക്കും പറയാലോ. പക്ഷെ ഞങ്ങൾ പറയണില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ ഒരു പ്രചരണം അവരെ പറ്റിയിട്ട് പറയണേ? പറയണ എന്തോ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാതിരുന്നതിൽ കാര്യമൊന്നുമില്ല. വരാതിരുന്നത് ഓരോ ആവശ്യത്തിന് പോയതല്ലേ. അത് കഴിഞ്ഞിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഒരു 6 മണിന്റെ ഉള്ളിൽ ഒരു വന്ന് വോട്ട് ചെയ്തിരിക്കും. പിന്നെ പറയണവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിന് നമ്മൾ കാതു കൊടുക്കണ്ടല്ലോ. സ്ഥാനാർത്ഥിയോടെ വരാതിരുന്ന കുഴപ്പമൊന്നുമില്ല. സ്ഥാനാർത്ഥി വരാതിരുന്ന അത് എല്ലായിടത്തും എത്തിച്ചേരണ്ടേ. സ്ഥാനാർത്ഥി എല്ലാ വീട്ടിലും കൂടി എത്തില്ല. മറ്റുള്ള ആൾക്കാർ ഫുള്ള് കൂടെ കയറി ഇറങ്ങിയിട്ടാ പോയത്. അതിന് പകരം മറ്റുള്ളവർ അപ്പോഴും ഒരു പറഞ്ഞുണ്ടാക്കിയത് എന്താ, അവരേറ്റ് അടുപ്പല്ലാന്ന്. ഇതല്ലേ LDF പറഞ്ഞത്? എന്നാ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതില്ല. ഇവിടെ വന്ന എല്ലാ MLA മാരും MP മാരും പ്രകാശിന്റെ വീട്ടിൽ കയറിയിട്ടേ പോയിട്ടുള്ളൂ. അത് അവർക്ക് നോക്കി നിൽക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ ഒരു പ്രചരണം നടത്തണേ? അതിന് കാര്യമുണ്ടോ? അത് പിന്നെ നിങ്ങൾ കൈക്കൊള്ളണോ, ഞങ്ങൾ കൈക്കൊള്ളണോ, ഓല് കൈക്കൊള്ളണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. സ്ഥാനാർത്ഥി വരാത്ത കുഴപ്പമൊന്നുമില്ല. ആരും നിങ്ങളാണ് ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകരല്ലേ? പ്രകാശിന്റെ കുടുംബവുമായി ഏറ്റവും ബന്ധമുള്ളത് നിങ്ങൾക്കാണോ? എല്ലാവർക്കും ബന്ധമുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്ന ആൾക്കാരാണ്. വീടിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ രാവിലെ കയറി കട്ടൻ ചായ കുടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളവിടെ. പഴയ കാലത്ത് പ്രകാശമായിട്ടല്ല കാലത്ത് മുതലേ ഞങ്ങൾ അവിടെ പോയിട്ട് രാവിലെ 8 മണി 8 മണിക്ക് ചായ കുടിക്കുന്ന ആൾക്കാർ. പക്ഷെ എല്ലാ പ്രതിപക്ഷ നേതാവ് മുതൽ എല്ലാ നേതാക്കന്മാരും അവിടെ വന്ന് പോയതാണ്. സ്ഥാനാർത്ഥി വന്നില്ല. സ്ഥാനാർത്ഥി അതേമാതിരി BS ജോയിന്റെ വീട്ടിൽ പോയില്ല. അങ്ങനെ പല വ്യക്തികളെ വീട്ടിലും പോയിട്ടില്ല. അതെന്താ വെച്ചാൽ ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് പിന്നെ നേരല്ല. പ്രകാശിന്റെ വീടിനടുത്താണ് മണ്ഡലം പ്രസിഡന്റ് താമസിക്കുന്നത്. അപ്പൊ ഈ പ്രദേശത്തെ വർക്ക് മണ്ഡലം പ്രസിഡന്റ് നിക്ഷിപ്തമാണ്. അപ്പൊ അങ്ങനെ സ്ഥാനാർത്ഥി മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാൻ അവസരം കൊടുത്തതാണ്. ബാക്കി എല്ലാവരും വന്നു. MP-മാരും MLA മാരും എല്ലാരും വന്നു. പിന്നെ തന്നെയല്ല, പിന്നെ ഷൗക്കത്തിന്റെ എല്ലാ പോസ്റ്റിലും പിന്നെ പ്രകാശിന്റെ ഉണ്ട്. പിന്നെ മറ്റേത് ഒരു ദുഷ്പ്രചരണം എന്തെങ്കിലും ഒന്നും വേണ്ടേ? വേറൊന്നും പറയാനില്ല, കുറ്റം പറയാനില്ല. അവസാന ദിവസവും, അതായത് ഇന്ന് വോട്ട് ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് വരെയും VV പ്രകാശിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അത് LDF ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദമാണ്. അവസാന ദിവസം സ്വരാജ് അവിടെ പോയതൊക്കെ വലിയ വാർത്തയായിരുന്നു. പ്രകാശിന്റെ ഭാര്യയും കുടുംബവും വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഉദ്വേഗം. നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ പ്രതീക്ഷ പങ്കുവച്ച സ്ഥാനാർത്ഥികളും രംഗത്തെത്തി. പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചതെന്നും സ്വരാജ് പറഞ്ഞു. മാങ്കുത്ത് LP സ്കൂളിൽ അച്ഛൻ മുരളീധരൻ നായർക്കൊപ്പം എത്തിയാണ് സ്വരാജ് വോട്ട് ചെയ്തത്. വോട്ട് രേഖപ്പെടുത്തി. എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുമല്ലോ. പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ. അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഫിഡൻസ് ലെവൽ വരികയാണല്ലോ, വലിയൊരു പ്രതീക്ഷയിലാണോ? ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല. പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത്. നല്ല സമ്പൂർണമായ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത്, എല്ലാവരും വോട്ട് ചെയ്യുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. 9 വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെട്ടത് ചർച്ചയായ തെരഞ്ഞെടുപ്പാണിത്. തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആരും വോട്ട് ചെയ്യില്ലെന്ന് PV അൻവറിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഷൗക്കത്ത് പ്രതികരിച്ചു. UDFന്റെ വോട്ടിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല എന്നായിരുന്നു VV പ്രകാശിന്റെ വീട് സന്ദർശിക്കാത്തതിനെ ചൊല്ലിയുള്ള വിവാദത്തെക്കുറിച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം.
വീട്ടി കുത്ത് LP സ്കൂളിൽ കുടുംബത്തോടൊപ്പം എത്തി ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തി. ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കുന്ന 9 വർഷമായി ഈ നിലമ്പൂർ അവഗണിക്കപ്പെടുകയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ പറയുന്ന അഴിമതിയും അതേപോലെ തന്നെ അത് ജനങ്ങൾക്കുണ്ടാക്കിയ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ദുസ്ഥിതിയും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാലോ എവിടെയും. ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടതല്ലേ. മാത്രമല്ല നിലമ്പൂരിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കത് ബോധ്യമായിട്ടില്ലേ? ഒരു വലിയ ഭരണവിരുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ, ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ഈ ദുസ്ഥിതി ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ദുസ്ഥിതിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഒരു പ്രതിഫലനം കൂടി നിലമ്പൂർ ഉണ്ടാവും. ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞത്, എന്ത് ശ്രമിച്ചാലും UDFന്റെ വോട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല നിലമ്പൂർ. വോട്ടെണ്ണി കഴിഞ്ഞാൽ ഷൗക്കത്തിന് കഥ എഴുതാനും സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്കും പോകാമെന്നായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രതികരണം. പുള്ളി നല്ല അഭിനേതാവും കഥ എഴുത്തുകാരനല്ലേ. അദ്ദേഹത്തിന്റെ ഭാവി ഈ വെറുതെ ഇതിലെ നടന്നിട്ട് നശിപ്പിക്കരുത്. അദ്ദേഹം ചെന്നൈയിലേക്ക് താമസം മാറ്റണം. കാരണം സിനിമാ പ്രൊഡക്ഷൻ അവിടെയാണ് കാര്യം. ചെന്നൈയില് എന്നിട്ട് കഥ താങ്കൾ പക്ഷെ ഒരു എതിരാളിയല്ല. അദ്ദേഹം കഥ എഴുതണം, മനസ്സിലായില്ലേ? നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുമല്ലോ, അത് എഴുതട്ടെ. ഓക്കെ. അല്ല, എനിക്ക് ആരും എതിരില്ലല്ലോ. നമ്മളെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പ്രതിനിധിയാണ്, ഇവിടുത്തെ സ്ട്രീറ്റ് കച്ചവടക്കാരുടെ പ്രതിനിധിയാണ്. നമ്മളൊരു വളരെ എന്റെ ശിശുവല്ലേ, ശശിയോ എന്തായാലും പറയാ, പിശുവോ, ഞാൻ വാക്കൊന്നും കിട്ടുന്നില്ല. ചെറുപ്പക്കാർ മാറി ചിന്തിക്കുന്നതായും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പ്രതികരിച്ചു. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ മോഹൻ ജോർജ് വോട്ട് ചെയ്തു. വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്, വളരെ നല്ല പ്രതീക്ഷയാണ്. ഞാൻ രാവിലെ എല്ലാ ബൂത്തിലും പോയിരുന്നു, കുറെ ബൂത്ത് വഴിക്കടവ് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി. വളരെ നല്ല പ്രതീക്ഷയാണ്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്, അതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ്. ആ വികസിത നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട്. എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ബൂത്ത് സന്ദർശനത്തിനിടെ സൗഹൃദം പങ്കുവച്ച് സ്വരാജും ആര്യാടൻ ഷൗക്കത്തും പരസ്പരം ആശ്ലേഷിച്ച ഇരുവരും ആശംസകളും കൈമാറി. വീട്ടിക്കുത്ത് സ്കൂളിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒറ്റ ഫ്രെയിമിൽ രണ്ടുപേരും ആര്യാടൻ ഷൗക്കത്തും സ്വരാജും ഇതാ നമുക്ക് നമ്മുടെ മുമ്പിൽ. ആര്യാടൻ ഷൗക്കത്തും സ്വരാജും കാര്യങ്ങൾ കൂടിയാണ്. കാരണം അവർ പരസ്പരം രണ്ടുപേരും സംസാരിക്കുന്നു. മാനവേദൻ സ്കൂളിലാണ് ഷൗക്കത്തും അൻവറും കണ്ടുമുട്ടിയത്. ഇരുവരും ഹസ്തദാനം നടത്തിയെങ്കിലും ആശ്ലേഷിക്കാൻ അൻവർ തയ്യാറായിരുന്നില്ല. ധൃതരാഷ്ട്രാലിംഗനമാകുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. ഒറ്റ ഫ്രെയിമിൽ രണ്ടുപേരും ആര്യാടൻ ഷൗക്കത്തും സ്വരാജും ഇതാ നമുക്ക് നമ്മുടെ മുമ്പിൽ. ആര്യാടൻ ഷൗക്കത്തും സ്വരാജും അൻവറും സ്വരാജും കണ്ടുമുട്ടിയപ്പോഴത്തെ കാഴ്ച ഇതായിരുന്നു. ഷൗക്കത്തും സ്വരാജും കണ്ടുമുട്ടിയപ്പോഴത്തെ കാഴ്ച ഇതായിരുന്നെങ്കിൽ പിന്നീടാണ് ആര്യാടൻ ഷൗക്കത്തും അൻവറും കൂടി കണ്ടുമുട്ടിയത്. അപ്പോഴായിരുന്നു ആലിംഗനം ചെയ്യാൻ തയ്യാറാവാതെയുള്ള അൻവറിന്റെ പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഇന്നത്തെ ദിവസം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ. നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ല, ഒരു മിസ്ഡ് കോൾ പോലും അടിച്ചില്ല എന്നായിരുന്നു തരൂരിന്റെ വിമർശനം. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായുള്ള അസ്വാരസ്യം കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഈ പ്രതികരണം വളരെ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പറയാം. മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ഈ വോട്ടെടുപ്പിന് ശേഷം പറയാനുള്ളത് ചിലത് പറയാമെന്ന് കൂടി പറയുന്നുണ്ട്.
തീർച്ചയായിട്ടും തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ നേരത്തെ തന്നെ ഉടക്കിലാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ തരൂരിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായില്ല എന്ന ചോദ്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസം തന്നെ തരൂർ അതിന് മറുപടി പറയുകയാണ്. താനും പാർട്ടി നേതൃത്വവുമായി ചില ഭിന്നതകളുണ്ട്, തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല, സ്വാഭാവികമായി ക്ഷണിച്ചാൽ താൻ പോകുമായിരുന്നു, ക്ഷണിക്കാത്തതുകൊണ്ട് താൻ പോയില്ല എന്നതാണ് തരൂർ വ്യക്തമാക്കുന്ന കാര്യം. പാർട്ടി നേതൃത്വവുമായി ഭിന്നതയുണ്ട് എന്ന കാര്യം കൂടി തുറന്നു പറയുന്നു. എന്തായാലും തരൂരിൻ്റെ ഇപ്പോഴത്തെ ഈ പോളിംഗ് ദിവസത്തെ ഈ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പവും എതിർപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ ഈ പ്രസ്താവന തരൂർ ഒഴിവാക്കണമെന്നതായിരുന്നു നേതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം. ചില നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കൾ ക്ഷണിക്കാൻ ഇത് കല്യാണമൊന്നുമല്ല നടക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തരൂരിനെതിരെ പുറത്തിറക്കി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി ഏറ്റുമുട്ടുകയാണ്. എന്തുകൊണ്ട് തരൂർ നിലമ്പൂരിലേക്ക് പോയില്ല എന്ന ചോദ്യത്തിന് തന്നെ ആരും ക്ഷണിച്ചില്ല എന്ന മറുപടി തന്നെയാണ് തരൂർ പറയുന്നത്. ഇതോടുകൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു വാചകമല്ല. ഇന്ന് ഈ സമയത്ത് മാധ്യമങ്ങളെ കാണാമെന്ന് അദ്ദേഹം നേരത്തെ അറിയിച്ചതാണ്. അതനുസരിച്ച് തന്നെയാണ് മാധ്യമങ്ങൾ അവിടെ പോയത്. അപ്പോൾ ഈ ദിവസം ഇത് പറയാൻ തരൂർ ഉദ്ദേശിച്ചിരുന്നു. തീർച്ചയായും തരൂർ അത് ഉദ്ദേശിച്ചിരുന്നു തന്നെയാണ്. നേരത്തെ തന്നെ 12 മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന ഒരു അറിയിപ്പ് നൽകി മാധ്യമങ്ങൾ കാത്തിരുന്ന് നൽകിയത് തന്നെയാണ്. തരൂർ കൃത്യമായി തന്നെ നേതൃത്വവുമായി തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വവുമായി താൻ BJP-യിലേക്ക് പോവുകയാണല്ലോ താങ്കൾ എന്ന ചോദ്യത്തിന് തരൂർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. തനിക്ക് ദേശീയ തലത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരുമായി യോജിപ്പുള്ളത്, അത്തരം കാര്യങ്ങളിൽ മാത്രമാണ് സഹകരിക്കുന്നത്, അതിനപ്പുറം തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് ശശി തരൂർ വിശദീകരിക്കുന്നത്. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിനും ഇത്തരം നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ശശി തരൂരിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. കഴിവും എല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാനും ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ എന്നെ അത് ആവശ്യപ്പെട്ടില്ല. ആ ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ. സ്ഥാനാർത്ഥിക്ക് തിരക്കില്ലേ, നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളായിട്ടായിരുന്നില്ലേ. ഇന്ന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ്, വോട്ടെടുപ്പ് ദിവസം തന്നെയാണ് ഈ പ്രതികരണത്തിന് തരൂർ മുതിർന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും പ്രതികരണങ്ങൾ ഇന്നത്തെ ഈ തരൂരിൻ്റെ വാക്കുകളോട് തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് പ്രതികരണങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതിലേക്ക് പോവാം. നിലമ്പൂരിൽ 15,000-ത്തിലധികം വോട്ടിന് ഷൗക്കത്ത് വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 25,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. 15,000 വോട്ടിന് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. ഈ പോക്ക് CPM പോകുന്നതുകൊണ്ട് ഞാൻ പാലക്കാട് ഇത് തന്നെ പറഞ്ഞത് 15,000 ഞങ്ങളുടെ കണക്ക്. അതിൻ്റെ മീതെ പോകും എന്ന് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പറഞ്ഞു. അത് മീതെ പോയി 18ആയി. ഇവിടെ 15 ഞങ്ങളുടെ കണക്ക്. ഇത് ഇവർ ഇത്രയൊക്കെ ചെയ്തു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മീതെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ഫൈറ്റാണ്, 1ഉം 2ഉം UDF-ഉം LDF-ഉം തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. നിലമ്പൂർ ട്രെൻഡ് LDF-ന് അനുകൂലമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിക്കും. നിലമ്പൂരിലും കോൺഗ്രസ് RSS രഹസ്യ ധാരണയുണ്ടെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പോളിംഗ് ബൂത്തുകളിലേക്ക് നിലമ്പൂർ പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പുണ്ട്, LDF-ന് ഉറപ്പുണ്ട്. സഖാവ് സ്വരാജ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി അവിടെ ജയിക്കാൻ പോവുകയാണ്. നാൾക്കുനാൾ LDF അനുകൂലമായ കാറ്റ് നിലമ്പൂരിൽ ശക്തിപ്പെടുകയാണ്. അതിൻ്റെ തീരുമാനവുമായിട്ടായിരിക്കും 19-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നതെന്ന് LDF വിശ്വസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ UDF-ന്റെ രാഷ്ട്രീയ അടിത്തറ തകരുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. UDF രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇപ്പോൾ കേരളത്തിൽ അന്ധമായ ഇടതുപക്ഷ വിരോധം മാത്രമാണ്. കൊടും കാടിന് നടുവിലെ പോളിംഗ് ബൂത്തായ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ ബൂത്തിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ചോല നായ്ക്കർ ഉൾപ്പെടെ വോട്ട് ചെയ്യാനെത്തുന്ന ഏക ബൂത്താണിത്. നിലമ്പൂരിൽ വനമേഖലയുള്ള നിരവധി പോളിംഗ് ബൂത്തുകളുണ്ട്. പക്ഷേ കൊടുങ്കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷന് ഉള്ളിലുള്ള ഒരു പോളിംഗ് ബൂത്ത്, പൂർണ്ണമായും വനത്തിനുള്ളിലുള്ള ഒരു പോളിംഗ് ബൂത്താണ്. മാത്രവുമല്ല, വനത്തിൽ താമസിക്കുന്ന ആളുകൾക്ക്, അതായത് ഉൾവനത്തിലെ ആദിവാസികൾക്കും ഗുഹാവാസികളായ ചോല നായ്ക്കർക്കും മാത്രമായുള്ള ഒരു ബൂത്ത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നെടുങ്കയം പ്രകൃതി പഠന കേന്ദ്രത്തിലാണ് ഈ ബൂത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ബൂത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ
255 പുരുഷ വോട്ടർമാരും 216 സ്ത്രീ വോട്ടർമാരും ഈ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തേണ്ടതാണ്. കഴിഞ്ഞ വർഷമൊക്കെ 70%-ലേറെ പോളിംഗ് നടന്ന ഒരു ബൂത്ത് കൂടിയാണിത്. ഇവിടെ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. പെരും മഴയാണ് കാട്ടിൽ കുറേ ദിവസങ്ങളായി. നമ്മൾ സംസാരിക്കുന്നവരൊക്കെ കഴിഞ്ഞ ദിവസവും ആന ഇറങ്ങിയ കാര്യങ്ങളുമൊക്കെ ആന ഓടിച്ച കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. റോഡരികെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ആന ഞങ്ങൾ ജീപ്പിന് പുറകെ ഓടി വന്നു. ആന ഇവിടെ വെച്ചായിരുന്നു ചേച്ചി അത് അവിടെ വെച്ച് ആന പറപ്പിച്ച് മിശിങ്കോരി തോന്നുന്നു അല്ലേ. പൂവത്തിൽ ചോട്ടിൽ നിന്ന് ആനാണ് ഓടി വന്നു ജീപ്പിന് പുറകെ. ഓടി വന്ന് രക്ഷപ്പെട്ടല്ലേ? ആ അങ്ങനെ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തു. കാണിക്കും കാണിക്കും. ആന ഓടിക്കാൻ വന്നാലും പേടിക്കാൻ വന്ന് വോട്ട് ചെയ്തിട്ട് പോവുക. ആന കണ്ട് പേടിച്ചിട്ടുണ്ട്. ആന ജീപ്പിന് പുറകെയാണ് ഓടി വന്നത്. നിങ്ങൾ വണ്ടിയിലാണ് ഓടിച്ചല്ലേ? ആന പേടിച്ചോ? പേടിക്കാതെ ആനയാണ്. എപ്പോഴും ശല്യം ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെയൊക്കെ വരുമ്പോ പേടിയാണ്. തണ്ടർബോൾട്ട് സേന ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന് തൊട്ടു പിന്നിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്, കരിമ്പുഴ. മനോഹരമായ ഒരു ഭൂപ്രദേശമെന്ന് പുറത്തുനിന്ന് വരുന്ന നമ്മളെപ്പോലുള്ളവർക്ക് തോന്നുമെങ്കിലും ഇവിടുത്തെ ജീവിതം വളരെ ദയനീയമാണ്. അവർ വളരെ കൃത്യമായി വിവരിക്കുന്നുമുണ്ട്. നെടുകയം ഫോറസ്റ്റ് സ്റ്റേഷൻ ബൂത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടത്. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി നിലമ്പൂർ ഐഷ. വോട്ട് സ്വരാജിനാണെന്നും നമ്മൾ ജയിക്കുമെന്നും മുക്കട്ട LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നിലമ്പൂർ ഐഷ പ്രതികരിച്ചു. പ്രതീക്ഷ ഞങ്ങൾ ജയിക്കും. ആദ്യ വോട്ട് തന്നെ രേഖപ്പെടുത്തി. എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തി. അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ? ബൂത്തൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ? ബൂത്ത് കണ്ടപ്പോ വളരെയധികം സന്തോഷമൊന്നുമില്ല. കാരണം ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാ. അതുകൊണ്ട് വീണ്ടും കണ്ടതിൽ സന്തോഷം. ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. വരട്ടെ നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ, അവരെല്ലാം ചെയ്യട്ടെ. കഴിഞ്ഞ തവണ അൻവറിനായിരുന്നു വോട്ട്, തവണ സ്വരാജിന്. അത് നിങ്ങൾ ചോദിക്കുന്നതിനുണ്ട്. അത് ഞാൻ സ്വരാജിന് കൊടുക്കും. എന്നാലും ഇപ്പൊ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ ആയിഷാത്ത വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ നേരത്തെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമായില്ലേ. ഉമ്മയെ കോൺഗ്രസ് വരട്ടാൻ നോക്കിയ എന്റെ രാജ്യം എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ, എന്റെ കുട്ടികളും. കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് വരട്ടാൻ നോക്കി. സൈബർ ചെറിയൊരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ പോയാലോ. വോട്ടെടുപ്പ് ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS സഹകരണ പരാമർശം ചർച്ചയാക്കുകയാണ് UDF. RSSുമായി ഒരു സഹകരണവും ഉണ്ടായിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ചോദ്യങ്ങളുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്ത് വന്നു. CPMന്റെ ആദ്യ ജനറൽ സെക്രട്ടറി P സുന്ദരയ്യയുടെ രാജി ഓർമ്മിപ്പിച്ചാണ് വേണുഗോപാലിന്റെ തുറന്ന കത്ത്. CPM RSS ബന്ധമുണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും EP പറഞ്ഞതുപോലുള്ള കാര്യമല്ലേ MV ഗോവിന്ദൻ പറഞ്ഞതെന്നുമായിരുന്നു ചെന്നിത്തലയുടെ ചോദ്യം. എഴുതി വായിച്ച എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല, നാട്ടുകാർക്കും മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന്. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ്. 75-ൽ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും CPM RSS ബന്ധമുണ്ടായിരുന്നു. 67-ൽ ബന്ധമുണ്ടായിരുന്നു. 89-ൽ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ. ഒരു ബന്ധമില്ലെങ്കിൽ EMSും ജ്യോതി ബസും LK അദ്വാനിയും വാജ്പേയിയും 89-ൽ എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്കെതിരായിട്ട്? അതെങ്ങനെ 89-ൽ ജനതാ പാർട്ടി അല്ലല്ലോ. 80-ൽ BJP ഉണ്ടായി, 89-ൽ BJP ആണ്. BJP 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. സുന്ദരയ്യയുടെ പ്രസ്താവന തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാചകം അതിന് പബ്ലിക് ഡൊമൈനിലുണ്ട്, നോക്കിയാൽ അറിയാം. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77-ൽ മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയിരുന്നു കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞത് ജനതാ പാർട്ടിയായിരുന്നു. ജനസംഘവും എല്ലാം കൂടി ജനതാ പാർട്ടി. അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. നമുക്കറിയാം എത്ര പ്രാവശ്യം. അപ്പൊ EP ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ EP ഗോവിന്ദനെ എന്തിനാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്?
ഇ പി ജയരാജനെ എന്തുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? തെരഞ്ഞെടുപ്പിന് തലേ ദിവസം അദ്ദേഹം BJPയുടെ പ്രഭാരിയുമായി ചായ കുടിച്ച വാർത്ത പുറത്തു വന്നതാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഇപ്പോൾ ഇത് പറഞ്ഞ് MV ഗോവിന്ദൻ ഇത് പറഞ്ഞതോടുകൂടി അവർ തമ്മിൽ രണ്ടുപേരും ചെയ്ത ഒരേ തെറ്റല്ലേ? അപ്പൊ ഇപ്പൊ അറിയേണ്ടത് MV ഗോവിന്ദന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. ഭാരതാംബ ചിത്ര വിവാദം വീണ്ടും. ഇന്ന് രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് മന്ത്രി V ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങാണ് മന്ത്രി ബഹിഷ്കരിച്ചത്. ഭാരതാംബയുടെ വിവാദ ചിത്രം നീക്കാത്തതിനെ തുടർന്നാണ് ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം. ഇതൊരു അഹങ്കാരവും ധിക്കാരവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ ഗവർണറെ ഏതെങ്കിലും പരിപാടിക്ക് എല്ലാം വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഭാരതാംബയുടെ ചിത്രം ഉണ്ടാക്കണമല്ലോ. എന്നാൽ ഭാരതാംബയുടെ ചിത്രം മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് രാജ്ഭവൻ പ്രതികരിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇന്നത്തെ ദിവസം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ശക്തമായൊരു നിലപാടെടുത്തിരിക്കുകയാണ് CPM അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടി. അത് ഇന്നത്തെ ദിവസം അത് ചർച്ചയാക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയുള്ളൊരു പ്രതികരണമെന്ന് തോന്നുന്നു. കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം CPMന്റെ ഭാഗത്ത് നിന്ന് രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം പറയാൻ. നേരത്തെ പരിസ്ഥിതി ദിനത്തിൽ സമാനമായ തരത്തിൽ ഭാരതാംബയുടെ ഒരു ചിത്രം ഉയർത്തി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി P പ്രസാദ് പരിപാടി ബഹിഷ്കരിക്കുകയും പിന്നീട് അതേ പരിപാടി സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇടത് യുവജന സംഘടനകൾ ഗവർണർക്കെതിരെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാരും ഗവർണറും തമ്മിൽ നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായതാണ്. അതിന് പിന്നാലെ ഗവർണർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിവാദങ്ങൾ ഉണ്ടാകരുതെന്നും പരസ്യ നിലപാടെടുത്ത് രംഗത്ത് വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ, അതായത് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഒരു രാജ് പുരസ്കാർ വിതരണ ചടങ്ങിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനൊപ്പം പങ്കെടുക്കേണ്ടിയിരുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മന്ത്രി V ശിവൻകുട്ടി രാവിലെ 11 മണിയോടെ രാജ്ഭവനിൽ എത്തിയത്. അദ്ദേഹം അവിടേക്ക് എത്തുമ്പോൾ ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നമസ്കരിച്ചുകൊണ്ട് ഗവർണർ അവിടെ നിൽക്കുന്നതാണ് മന്ത്രി V ശിവൻകുട്ടി കാണുന്നത്. ഉടൻ തന്നെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് അവർക്ക് ആശംസകൾ നേർന്ന ശേഷം ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ്. ഇതുമായി മുമ്പോട്ട് പോകാനാവില്ല, ഇത് സർക്കാരിന് അംഗീകരിക്കാനാവാത്ത നിലപാടാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് രൂക്ഷമായ വിമർശനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനും അതോടൊപ്പം തന്നെ രാജ്ഭവനുമെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പരിപാടി മന്ത്രി V ശിവൻകുട്ടി ബഹിഷ്കരിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നതിനിടയിൽ RSSനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് സർക്കാരിന് എപ്പോഴും എന്നൊരു കൃത്യമായ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി നടത്തിക്കൊണ്ടാണ് മന്ത്രി V ശിവൻകുട്ടി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാക്കിയത് അതേ കാര്യം ആവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഗവർണറും അതോടൊപ്പം തന്നെ സർക്കാരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നീങ്ങുന്ന സാഹചര്യം. ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായി എത്തുമ്പോൾ വലിയ മൃദു സമീപനമായിരുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അത് മുഴുവൻ തേച്ചു മായ്ച്ചുകൊണ്ടാണ് ഇപ്പോൾ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് ഗവർണറുടെ വഴിക്കും സർക്കാരിന്റെ വഴിക്കും രണ്ടുപേരും ഒരേ നിലപാടിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി തുടർന്നും സംഭവങ്ങൾ, അതായത് ഇത്തരം പരിപാടികൾ രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ സർക്കാർ ഏത് തരത്തിലായിരിക്കും തുടർ സമീപനം സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാർ. അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിലെ ഡാറ്റ വീണ്ടെടുക്കാൻ അമേരിക്കയിലേക്ക് പരിശോധനയ്ക്ക് അയക്കാനാണ് ആലോചന. കേന്ദ്ര സർക്കാരാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് ബ്ലാക്ക് ബോക്സ് അയച്ചേക്കുമെന്നാണ് സൂചന. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദിലെ വിമാനാപകടത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചു പരിശോധന നടത്താനാണ് നീക്കം. വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് ബ്ലാക്ക് ബോക്സ് അയച്ചേക്കുമെന്നാണ് സൂചന. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും ഇതോടൊപ്പം ഉണ്ടാകും. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിമാനത്തിന്റെ വാൽഭാഗത്തായാണ് ബ്ലാക്ക് ബോക്സുകൾ സാധാരണ വയ്ക്കാറുള്ളത്.
ഒരു ദുരന്തം നടന്നാലും ഈ ഭാഗത്ത് ആഘാതം പൊതുവെ കുറവായിരിക്കുമെന്നതിനാലാണിത്. എന്നാൽ അപകടത്തിൽ വിമാനത്തിന്റെ വാൽഭാഗത്തും കനത്ത ആഘാതം സംഭവിച്ചതാണ് ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ ഉണ്ടാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. അപകടത്തെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് ലഭിക്കുന്നത്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നീ വിഭാഗങ്ങൾ അടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ്. പല വിമാന ദുരന്തങ്ങളുടെയും വ്യക്തമായ കാരണം മനസ്സിലാക്കാൻ ബ്ലാക്ക് ബോക്സുകൾ ഉപകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അഹമ്മദാബാദിൽ സംഭവിച്ചതെന്ന് വ്യക്തമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചതിൽ 211 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞെന്ന് സിവിൽ ആശുപത്രി സൂപ്രണ്ടന്റ് രാകേഷ് ജോഷി. DNA സാമ്പിൾ പരിശോധനയിലൂടെയാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. ബാക്കിയുള്ളവരെ തിരിച്ചറിയുന്നതിനായി സാമ്പിൾ പരിശോധന തുടരുകയാണെന്നും എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുവെന്നും രാകേഷ് ജോഷി പറഞ്ഞു. अभी की परिस्थिति को देखते हुए कहूँगा कि 211 DNA सैंपल मैच हो चुके हैं. 211 फैमिली मेंबर्स को यहाँ से कॉल जा चुके हैं. उसमें से 189 लोगों को उनके स्वजन का पार्थिव देह दिया गया है. बाकी जो बचे हैं उसमें 11 लोग ऐसे हैं जो अपने दूसरे स्वजन का मैच होने की प्रतीक्षा में हैं. जैसे ही दूसरे स्वजन का मैच हो जाएगा उनको दोनों का ही पार्थिव देह सौंपा जाएगा. इडवेला.